സോയൂസിൽ പറന്ന് ബഹിരാകാശത്തെത്തി അനിൽ മേനോനും സംഘവും. പുലർച്ചെ 2 മണിയോടെ മൂവർ സംഘം ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. ഇനിയുള്ള 8 മാസക്കാലം അത് നിർണായകമായിട്ടുള്ള പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ്. To internal power, separation of first umbilical tower from booster. Umbilical tower has now separated from the booster, so we have auto. മലയാളിക്കും ബഹിരാകാശം അകലെയല്ല എന്ന് തെളിയിച്ച് അനിൽ മേനോനും സംഘവും പറന്നുയർന്നു. Flight speed. Booster ignition now at full throttle and lift off. Minin, Dubrov and Kikana. ഖസാക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് ഇന്ത്യൻ സമയം രാത്രി 8:17 സോയൂസ് MS-29 പേടകത്തെയും വഹിച്ചുകൊണ്ട് 2.1A റോക്കറ്റ് കുതിച്ചുയർന്നു. Engines have good performance. They're 2-orbit 3-hour chase. 2 തവണ ഭൂമിയെ ബലം വെച്ച് നിർണായക ഘട്ടത്തിലേക്ക് ഡോക്കിംഗ് രാത്രി 11:26 രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ സെനിത്ത് കവാടവുമായി ബന്ധിക്കപ്പെട്ടു. Reported by the flight controllers in Korolyov as we stand by for contact and capture of the International Space Station. പുലർച്ചെ 2 മണിയോടെ ഹാച്ചിംഗ് പൂർത്തിയായി. കവാടങ്ങൾ തുറന്ന അനിലും സംഘവും ബഹിരാകാശ നിലയത്തിലേക്ക് കടന്നു. തുടർന്ന് എക്സ്പെഡിഷൻ 74 ദൗത്യത്തിന്റെ ഭാഗമായി മൂവരും. And now you can see a view of Anil Menon and Anna Kikana. You'll soon see, and there he is in the field of view. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കുകയാണ് അനിൽ മേനോൻ. അമേരിക്കയിൽ ജനിച്ച ഒറ്റപ്പാലത്ത് വേരുകളുള്ള മലയാളി. ഒറ്റപ്പാലം സ്വദേശിയാണ് അനിലിന്റെ അച്ഛൻ ശങ്കര മേനോൻ. US വ്യോമസേനയിൽ ലഫ്റ്റനന്റ് കേണലായ അനിൽ മേനോൻ സ്പേസ് എക്സിന്റെ ആദ്യ ഫ്ലൈറ്റ് സർജനും മെഡിക്കൽ ഡയറക്ടറുമായിരുന്നു. 2021 നാസയുടെ ആസ്ട്രോനട്ട് സംഘത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. സ്പേസ് എക്സ് ജീവനക്കാരിയും ബഹിരാകാശ യാത്രികയുമായ അന്ന മേനോനാണ് ഭാര്യ. We are so glad that you have arrived. Congratulations on this smooth arrival. The launch was great. The mission was awesome and the docking was amazing. റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളായ പ്രോത്തർ ദുബ്രോവ്, അന്ന കിക്കിന എന്നിവരാണ് സംഘത്തിലെ മറ്റു 2 പേർ. 8 മാസക്കാലം ബഹിരാകാശ നിലയത്തിൽ ചിലവിടുന്ന സംഘത്തിന് നിർണായക പരീക്ഷണ കാലമാണ്. ബഹിരാകാശത്തുള്ള മനുഷ്യരുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, മൈക്രോഗ്രാവിറ്റിയിലെ രക്തചംക്രമണ വ്യവസ്ഥയിലെ മാറ്റവും സിരകളുടെയും രക്തക്കുഴലുകളുടെയും ഘടനയിൽ വരുന്ന മാറ്റവും സംഘം പഠിക്കും. ബഹിരാകാശ നിലയത്തിലെ കുടിവെള്ളം ഉപയോഗിച്ച് IV ഫ്ലൂയിഡ് നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ തുടങ്ങി വിപ്ലവകരമായ മാറ്റമുണ്ടാകുന്ന പരീക്ഷണങ്ങൾക്ക് സംഘം നേതൃത്വം നൽകും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.